നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആല, ചേറ്റുവ, മണപ്പുറം, കഴിമ്പറം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സിനിമാ പിന്നണി ഗായിക റിമി ടോമി അവതരിപ്പിച്ച മ്യൂസിക്കൽ ലൈവ് ഷോ അരങ്ങേറി. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി ജനമൈത്രി പോലീസിന്റെ സേവനം വിപുലമാക്കും. എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ 10ാം ഉദയവേല ആഘോഷിച്ചു. നന്ദഗോവിന്ദം ഭജൻസ് ആസ്വദിക്കാൻ നിരവധി പേരെത്തി. വാർത്തകൾ വിശദമായി. ആല, ചേറ്റുവ, മണപ്പുറം, കഴിമ്പറം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സിനിമാ പിന്നണി ഗായിക റിമി ടോമി അവതരിപ്പിച്ച മ്യൂസിക്കൽ ലൈവ് ഷോ കാഴ്ചക്കാരിൽ ആവേശമുണർത്തി. കഴിമ്പറം ബീച്ചിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കാനായി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബീച്ച് ഫെസ്റ്റിന്റെ 7ാം ദിവസമാണ് റിമി ടോമി അവതരിപ്പിച്ച മ്യൂസിക്കൽ ലൈവ് ഷോ നടന്നത്. ഫ്യൂച്ചർ വെൽത്ത് എം ഡി രാജേഷ് പറശ്ശേരി, ഹരിതം ഗ്രൂപ്പ് എം ഡി ഹരിദാസൻ, ആസ ഗ്രൂപ്പ് എം ഡി CP സാലിഹ്, പ്രവാസികളായ വിനോദ് നെടിയിരിപ്പിൽ, ബിജു പുളിക്കൽ എന്നിവർ മുഖ്യാതിഥികളായി. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, വാർഡ് മെമ്പർ PS ഷജിത്, PS നിമോദ്, NK ബീദിഹരൻ, ബ്ലോക്ക് മെമ്പർ താരാബാബു, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. സാഹിത്യകാരൻ സുനിൽ വേളേക്കാട്ടിന്റെ പുതിയ പുസ്തകമായ ഹൃദയപൂർവ്വം കഥാസമാഹാരത്തിന്റെ പ്രകാശന കർമ്മം കഴിമ്പറം ബീച്ച് ഫെസ്റ്റിവൽ മൈതാനത്തൊരുക്കിയ വേദിയിൽ സിനിമാ സംവിധായകനും നോവലിസ്റ്റുമായ സിദ്ദിഖ് ഷമീർ നിർവഹിച്ചു. പരിചയപ്പെട്ടെങ്കിലും വളരെ ആത്മാർത്ഥമായ ഒരു അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായി. അദ്ദേഹത്തെ ഞാൻ സത്യം പറഞ്ഞ് പരിചയപ്പെടുന്നത് നമ്മുടെ വലപ്പാട് പഞ്ചായത്ത് ലൈബ്രറിയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ഇതുപോലുള്ള ഓർമ്മക്കുറിപ്പുകളും കഥകളും വളരെ മനോഹരമായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ്. അത് ഞാൻ അന്നേ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് പുസ്തകമായില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. അതിനിടയ്ക്കാണ് കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു. ഈ ഹൃദയപൂർവ്വം 2 വിധത്തിലാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. ഒന്ന്, സുനിൽ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രായം. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രായം അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് എപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇത് വായിച്ചതിന് ശേഷം. കാരണം അതിന് അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്നുണ്ട്.
സാംസ്കാരിക പ്രവർത്തകനും നാടകകൃത്തുമായ റിട്ടയേർഡ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ടി.ആർ. ഹാരിയാണ് പ്രകാശന പുസ്തകം ഏറ്റുവാങ്ങിയത്. ചടങ്ങിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ചിദംബരം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അധ്യാപികയും സാഹിത്യകാരിയുമായ ഷീജ രമേശ് പുസ്തക പരിചയം നടത്തി. സലീം ചാമക്കാല, ലാൽ കച്ചില്ലം, പി.എൻ. പ്രൊവിൻറ്റ്, സുദീപ് പൊക്കാഞ്ചേരി, നൌഷാദ് പാട്ടുകുളങ്ങര, അഡ്വക്കേറ്റ് ശോഭകുമാർ എന്നിവർ സംസാരിച്ചു. ഈശ്വരൻ കലാസ്വരൂപനാണെന്നും കലാകാരൻ ഈശ്വര തുല്യനാണെന്നും നൃത്താധ്യാപകനും ഗ്രന്ഥകാരനുമായ പി.ജി. ജനാർദ്ദന മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. തപസ്യ കലാസാഹിത്യവേദി തൃപ്രയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ SNDP യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ആദരണീയം 2025 പരിപാടിയിൽ ആദരവ് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർഡിനേറ്റർ സന്ധ്യ അറയ്ക്കൽ ആമുഖ പ്രസംഗം നടത്തി. തപസ്യ സംസ്ഥാന സെക്രട്ടറി നീലാംബരൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് ബിന്നി അറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. സീതാശ്രമത്തിലെ മുനി പരമസാര ബിന്ദു അനുഗ്രഹ പ്രഭാഷണം നടത്തി. തപസ്യ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. നൃത്താധ്യാപകൻ പി.ജി. ജനാർദ്ദന മാസ്റ്റർ, തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കെ. ദിനേശ് രാജ എന്നിവരെ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പളും വാഗ്ഗേയകാരനുമായ ജയപ്രകാശ് ശർമ്മ ഉപഹാരവും അംഗവസ്ത്രവും നൽകി ആദരിച്ചു. തപസ്യ തൃപ്രയാർ യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ പത്മിനി ഗോപിനാഥ്, പ്രോഗ്രാം കോർഡിനേറ്ററും കവയിത്രിയുമായ നോമി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കവയിത്രിയും നടിയും എഴുത്തുകാരിയുമായ ഗീത മേലെഴുത്ത് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയുടെ നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു. വിനോദ് വളപ്പിൽ, സനു അശോക്, അരുണൻ, സുധീർ അയ്യപ്പൻ, ബിന്നി അറയ്ക്കൽ, MD ചന്ദ്രമോഹൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ LDF ഭരണസമിതി നാട്ടികയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണ്ണുകട്ട് വിറ്റുവെന്നും ശ്മശാനത്തിലെ ഗ്യാസ് മറിച്ചു വിൽപ്പന നടത്തിയെന്നുമുള്ള ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP നാട്ടിക മണ്ഡലം ട്രഷറർ ലാൽ ഊണുങ്ങൽ ആവശ്യപ്പെട്ടു. ഭരണമേറ്റെടുത്ത UDF ഭരണസമിതിയോട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചന്ദ്രാപിനി യൂണിറ്റ് കൺവെൻഷൻ നടത്തി. ചന്ദ്രാപിനി VK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കൺവെൻഷൻ AKTA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി EP ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TS ബേബി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഹസീന, ഷേർലി സുരേഷ്, നസീറ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച AKTA മെമ്പർ കൂടിയായ ഗീത മോഹൻദാസിനെ ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എല്ലാ തൊഴിലാളികൾക്കും ലഭ്യമാകുന്ന രീതിയിൽ സംസ്ഥാന കമ്മിറ്റി അതിനെ സ്ഥിരപ്പെടുത്തി. അപ്പൊ ആ രീതിക്ക് മാറാൻ കാരണം എന്തുകൊണ്ടാണ്? ഇത് മാത്രമാണോ നമ്മൾ ചെയ്തത്? നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സംഘടന ചെയ്ത എല്ലാ കാര്യങ്ങളും താഴ്ത്തട്ടിലോ മറ്റു മെമ്പർമാരോ ഇത് കൃത്യമായി അറിയുന്നില്ല. അവരതിനെ പഠിക്കാനോ അതെന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്നറിയാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ 10ാമുദിയ വേലാഘോഷം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, അഭിഷേകത്തോടുകൂടി ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് 3 ഗജവീരന്മാരോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പും തുടർന്ന് പാണ്ടിമേളം, കുടമാറ്റം, വർണ്ണമഴ, കേളിപ്പറ്റ്, തായമ്പക, പാണ്ടിമേളത്തോടുകൂടി എഴുന്നള്ളിപ്പ്, തീയാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് തരണനെല്ലൂർ പടിഞ്ഞാറമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രിയിൽ നടന്ന സാന്ദ്ര നന്ദലയം നന്ദഗോവിന്ദം ഭജൻസ് ആസ്വദിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. Thank you.
പെരുങ്ങോട്ടുകര കാനാടിക്കാവിൽ തിറവള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേകം സജ്ജീകരിച്ച ഹൈടെക് വേദിയിൽ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിച്ച സംഗീത നിശ കാണികൾക്ക് ആവേശമായി. മ്യൂസിക് ആസ്വദിക്കാൻ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ആയിരക്കണക്കിന് ആരാധകർ ഒഴുകിയെത്തി. ബുധനാഴ്ച ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിരക്കളി, വീരനാട്യം, മോഹിനിയാട്ടം, സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിവ പ്രത്യേകം ശ്രദ്ധേയമായി. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിലാണ് ജനുവരി 1-2 തീയതികളിലെ വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള സംഗീതോത്സവ കലാപരിപാടികൾ നടക്കുക. ഇനിയൊരു ഇടവേള. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവള്ളാട്ട് മഹോത്സവം ഡിസംബർ 24 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ മാറ്റുരയ്ക്കുന്ന ആഘോഷദിന രാത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8-ന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഒരു നിമിഷം, വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം.
അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കാളമുറി സെന്ററിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീബ സതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CJ ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവീട്ടിൽ, PS ഷാഹിർ, ലുബ്ന ജിനൂബ്, രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, സീന ഇസ്മയിൽ, മണി ഉല്ലാസ്, PK സുകന്യ, PS മുഹമ്മദ് ഉല്ലാസൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലെ 5 പഞ്ചായത്തുകളിൽ നിന്നുള്ള നിശ്ചിത അംഗങ്ങളെ ഉൾപ്പെടുത്തി അന്തിക്കാട് ജനമൈത്രി പോലീസിനെ കൂടുതൽ ജനകീയമാക്കും. ബുധനാഴ്ച രാവിലെ അന്തിക്കാട് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത പൊതുപ്രവർത്തകരുടെയും പോലീസിന്റെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. പ്രവർത്തനരഹിതമായ CCTV ക്യാമറകളുടെ പുനർവിന്യാസം, ഇരുചക്ര വാഹനങ്ങളിൽ പോലീസുമൊത്ത് റോന്തു ചുറ്റൽ, കുറ്റകൃത്യങ്ങൾ മുൻകൂട്ടി കണ്ട് അവ തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി ജനുവരി 17 വിപുലമായ യോഗം വിളിക്കാനും തീരുമാനിച്ചു. അരിമ്പൂർ, മണലൂർ, അന്തിക്കാട്, താന്യം, ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പുകൾ നൽകും. അവരുടെ കൂടി സഹകരണത്തോടെ ഓരോ പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിയാണ് യോഗം സംഘടിപ്പിക്കുകയെന്ന് അന്തിക്കാട് SHO ഇൻചാർജ് M അഫ്സൽ പറഞ്ഞു. SI PR തോമസ്, ASI MA അബ്ദുൽ നാസർ, വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചെത്തിയ ഷിബു പൈനൂർ, PC രജീഷ്, ഷിബു കൊല്ലാറ, ജോർജ് അരിമ്പൂർ, ഗോകുൽ കരിപ്പിള്ളി, അബ്ബാസ് വീരാവുണ്ണി, PM ഹുസൈൻ എന്നിവർ സംസാരിച്ചു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം നൽകിയാണ് പൊതുപ്രവർത്തകരെ പോലീസ് യാത്രയാക്കിയത്. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ 6ാം ദിവസം വിമുക്തി എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ലഹരി വിമുക്ത ഓട്ടംതുള്ളൽ നടത്തി. സ്നേഹതീരം ബീച്ചിൽ വെച്ച് ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥാണ് തുള്ളൽ അവതരിപ്പിച്ചത്. കുംഭീന്ദ്രൻ പോലെ വക്രം ഉടവയറുമിയെന്നൊരു സ്കൂളിലെ NSS വോളണ്ടിയേഴ്സിന്റെ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു. നാട്ടിക MLA CC മുകുന്ദൻ
ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ കൺവീനർ രേഖ ER, സ്റ്റാഫ് സെക്രട്ടറി രഘുരാമൻ KR, പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, സ്കൂൾ വികസന സമിതി ചെയർമാൻ CS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ക്യാൻവാസിൽ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി. മുൻ നാട്ടിക MLA ഗീതാ ഗോപിയും ഒപ്പുശേഖരണത്തിൽ പങ്കാളിയായി. ഇന്നത്തെ പ്രോഗ്രാമിനെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ സ്നേഹതീരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പ്രവർത്തനമാണ് ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കലാരംഗത്ത് മാതൃകപരമായ മാറ്റങ്ങളിലൂടെ കഥകളിയിലൂടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചിട്ടുള്ള നമ്മുടെ മണലൂർ ഗോപിയേട്ടൻ്റെയും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളുടെയും അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ വിവിധ മേഖലയിലേക്ക് ഉയർത്തിവിട്ടുകൊണ്ട് നമ്മുടെ ലഹരിയുമായി വിരുദ്ധമായി ഈ കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന രംഗത്ത് മാതൃക പതിച്ചിട്ടുള്ള വിദ്യാർത്ഥികളോടും ഞാൻ കഴിഞ്ഞ ദിവസം വല്ലപ്പാട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടായി. സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. NSSൻ്റെ പ്രോഗ്രാമായിരുന്നു. ചുംബനങ്ങളാൽ ചുണ്ടരിച്ചു തീമഴത്തുള്ളിയായി കരളുരുത്തി പുകക്കറപ്പശ ചേർത്തടച്ചു കെട്ടി ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ ഇടവക ദിനവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. കണ്ടശങ്കടവ് ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷണിച്ചതിനുള്ള വലിയ നന്ദി അർപ്പിക്കുകയും ചെയ്യാണ്. അതിനെ തന്നെ അമലച്ചനും ജോസഫ് അച്ഛനും പുരോഹിതരായിട്ടിവിടെ ഇരിക്കുമ്പോൾ ഞാൻ അതിനെ തന്നെ അവർക്ക് വ്യക്തിപരമായ പേരിലും കണ്ടശങ്കടവ് ഫൊറോനയുടെ പേരിലും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ കാലത്ത് ഇവിടെ പട്ടത്തിന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഡേവിസ് പനമുളച്ചൻ വികാരി അച്ഛനായിരുന്ന കാലത്താണ് ഇവര് സെമിനാരിയിൽ ചേർന്നതെന്ന് ശ്രദ്ധിച്ചു. ഡേവിസ് അച്ഛൻ എൻ്റെ ബാച്ചുകാരനാണ്. അപ്പം അതുകൊണ്ട് ഡേവിസ് അച്ഛനോട് വികാരിയായിരുന്നപ്പോൾ ഞാനിവിടെ തിരുനാൾ പ്രസംഗത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ മറ്റു പല വിശേഷ അവസരങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ഒരിക്കൽ ഇവരൊരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസം ചില ഓട്ടോ ബോയ്സൊക്കെ ആയിട്ട് ഞങ്ങളൊരിക്കൽ ഊട്ടുമുറിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പഴയ പ്രസ്ബിറ്ററിയാണ്. ഇവർ ഒളിപ്പിച്ച് കയറി വന്നപ്പോൾ പ്രസ്ബിറ്ററിയുടെ ഊട്ടുമുറികളൊക്കെ കുലുങ്ങുന്നത് കണ്ടു. അപ്പം ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പട്ടം കെട്ടി വരുമ്പോഴത്തേക്കൊക്കെ ഇത് പുതുക്കി പണിയണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ മനോഹരമായ പുതിയ പ്രസ്ബിറ്ററിയൊക്കെ വന്നു. അപ്പം അങ്ങനെ അന്ന് ഈ വലിയ മനുഷ്യർ കുലുക്കി നടന്നിരുന്ന ഈ കൊച്ചുമിടുക്കന്മാര് ഇന്ന് സഭയെ പിടിച്ചു കുലുക്കാൻ പ്രാപ്തിയുള്ള, അതിരൂപതയെ പിടിച്ചു കുലുക്കാൻ പ്രാപ്തിയുള്ള നല്ല യുവത്തിടമ്പുകളായ വൈദികരായിട്ട് വേദിയിലിരിക്കുമ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് എന്ന് കരുതാവുന്ന ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമുണ്ട്. പള്ളി വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ അധ്യക്ഷത വഹിച്ചു. നവവൈദികരായ ഫാദർ ജോസഫ് ബ്രഹ്മകുളം, ഫാദർ അമൽ ചാഴൂർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കമ്മിറ്റി ജനറൽ കൺവീനർ സിജോ കുണ്ടുകുളം, ലീന ഷിബു, റീബ ജോഷി, CO മാത്യു, ജോജു തെർമടം, ഫാദർ സ്റ്റിഷിൻ കുണ്ടുകുളം, മണലൂർ സാന്തോം ആശ്രമം സുപ്പീരിയർ ബ്രദർ തോംസൺ, സിസ്റ്റർ ആൻജോസ് CSC, സിജോൻ ജോസ്, സണ്ണി കുണ്ടുകുളം, ജോഫി കുറ്റുകാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മണലൂർ NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. തൃശൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി രഞ്ജിത്ത് മേനോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാധാകൃഷ്ണൻ പട്ടീൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി വിശ്വനാഥൻ മേനോത്ത്, താലൂക്ക് യൂണിയൻ ഇൻസ്പെക്ടർ ദേവൻ എന്നിവർ സംസാരിച്ചു.
ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഈ ക്രിസ്മസ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുത്താലോ? പ്രിയപ്പെട്ടവർക്ക് ഒരു ലെറ്റർ എഴുതൽ മുതൽ ഷോപ്പിംഗ്, ഡൈനിങ്, ഫുൾ ഓഫ് എന്റർടൈൻമെന്റ്. ഈ വരുന്ന ഡിസംബർ 31 വരെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെയാണ്. നമ്മുടെ സ്വന്തം വൈമാൾ, ദ ജോയ്ഫുൾ വൈമസ്. മനസ്സ് തുറന്ന് പാടാൻ കരോൾ, ഓപ്പൺ മൈക്കും, സോൾഫുൾ ക്രിസ്മസ് സ്ക്വയറും, പിന്നെ ഡാൻസ് വിത്ത് സാന്റ, ഓർഗാമി വർക്ക്ഷോപ്പ്, ബാൻഡ് പെർഫോമൻസ്, ഫ്യൂഷൻ പെർഫോമൻസ്, കുട്ടി സാന്റ, കേക്ക് ബേക്കിംഗ്, ഡാൻസിംഗ് ഡോൾ, ബലൂൺ ആർട്ട്, ദ awaited വൈമാൾ 7th ആനിവേഴ്സറി സെലിബ്രേഷൻ ആൻഡ് ദ ന്യൂ ഇയർ DJ പാർട്ടി. സോ ഈ വെക്കേഷൻ ഇനി എവിടെ പോകുമെന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ ഇനി ഒന്നും നോക്കാനില്ല. എല്ലാ ദിവസവും ഓരോ എക്സൈറ്റിംഗ് ഈവന്റ്സുമായി വൈമാൾ ഈ ക്രിസ്മസ് അങ്ങ് എടുക്കുക. അപ്പൊ എങ്ങനെയാ ഈ ക്രിസ്മസ് ജോയ്ഫുൾ ആക്കില്ലേ വൈമാളിന്റെ ജോയ്ഫുൾ വൈമസിനൊപ്പം? മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക്. മണലൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് ADS വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം CDS ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രജിത അനൂപ് അധ്യക്ഷത വഹിച്ചു. രാധാമോഹനൻ, ഗിരിജ അജയൻ, പ്രജിഷ ഷൺമുഖൻ, ജനാർദ്ദനൻ മണ്ണുമ്മൽ, പത്മിനി സത്യൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV ഡേവിസ്, ഷീബ സന്തോഷ് എന്നിവർ സംസാരിച്ചു. 28 വർഷം മെയ് വന്നാൽ തികയാൻ പോകുന്ന ഈ വേളയിൽ കുറെ വാർഷികങ്ങളൊക്കെ മുൻപേ കഴിഞ്ഞു, കുറച്ച് വാർഷികങ്ങൾ ഈ അടുത്ത് കഴിഞ്ഞു. നമ്മുടെ CDS വാർഷികം നല്ല രീതിയിൽ നമ്മൾ നടത്തുകയുണ്ടായി. ഇപ്പോൾ 5ാം വാർഡിൻ്റെ വാർഷികാഘോഷം ഇവിടെ രചിത പറഞ്ഞതുപോലെ കുറച്ച് ക്ഷമകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് എന്ന് പറഞ്ഞു. എങ്കിലും കുടുംബശ്രീ തുടങ്ങി 28 വർഷം എത്തി നിൽക്കുന്ന ഈ മേഖലയിൽ സ്ത്രീകളുടെ ഘടന നമുക്ക് ഇപ്പോൾ നമുക്ക് കണ്ടതാണ്. ഇലക്ഷനിലൊക്കെ 2025-26 നമ്മുടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. നമുക്ക് കോവിഡ് കാലഘട്ടത്തിൽ 4 വർഷമാവുകയും അതുപോലെ തന്നെ വാർഡ് വിഭജനം കൊണ്ട് 1 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് ആവുകയും 4 വർഷമാവുകയാണ് സാധാരണ രീതിയിൽ. മണലൂർ കുറുവങ്ങാട്ടിൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ നാഗാപാട്ട്, തോറ്റംപാട്ട്, പൂരമഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, മലർനിവേദ്യം, ഉഷപൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, തുടർന്ന് ദേവിക്ക് പത്മക്കളം എന്നിവ നടത്തി. വൈകിട്ട് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള പൂരം എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. തുടർന്ന് ദീപാരാധന, അത്താഴപൂജയ്ക്ക് ശേഷം കൊമ്പ്, പറ്റ്, കേളി, തായമ്പക എന്നിവയും നടത്തി. രാത്രി ശ്രീഭദ്രകാളിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് നിരവധി ഭക്തർ പങ്കെടുത്തു. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് KT അജീഷ്, സെക്രട്ടറി KS ഷിജു, ട്രഷറർ KS ശശി, ജനറൽ കൺവീനർമാരായ KD സുനിൽകുമാർ,
കെ രാമൻ, KV മനോജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മണലൂർ തണൽ വയോജന ക്ലബിന് വിനോദോപകരണങ്ങൾ നൽകുന്നതിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 9-ന് റോസ് അംഗനവാടി പരിസരത്ത് വെച്ച് അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിക്കുമെന്ന് മണലൂർ പഞ്ചായത്ത് 8-ാം വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ത്രീ സുരക്ഷയും വയോജനവും കൃഷിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അടുത്ത 5 വർഷം വാർഡിൽ നടപ്പിലാക്കുമെന്നും ടോണി പറഞ്ഞു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എല്ലാം നടപ്പിലാക്കും. വയോജനങ്ങളുടെ ഉല്ലാസം ലക്ഷ്യം വെച്ചാണ് വയോജന ക്ലബിന് വിനോദോപകരണം നൽകുന്നത്. ചടങ്ങിൽ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് മുഖ്യാതിഥിയായിരിക്കും. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി ചാവക്കാട് താലൂക്കിൽ അറ്റലാഭത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിനുള്ള പുരസ്കാരം വാടാനപ്പള്ളി സഹകരണ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സണിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. ആല, ചേറ്റുവ, മണപ്പുറം, കഴിമ്പുറം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സിനിമാ പിന്നണി ഗായിക റിമി ടോമി അവതരിപ്പിച്ച മ്യൂസിക്കൽ ലൈവ് ഷോ അരങ്ങേറി. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി ജനമൈത്രി പോലീസിന്റെ സേവനം വിപുലമാക്കും. എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ 10ാം ഉദയവേല ആഘോഷിച്ചു. നന്ദഗോവിന്ദം ഭജൻസ് ആസ്വദിക്കാൻ നിരവധി പേരെത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.